എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു സെക്കൻഡ് അവർ വീണ്ടും ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവരുടെ ചെറുപ്പകാലം കാണിക്കും. അപ്പോൾ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഫൈറ്റിന്റെ അവസാനം അവരവരുടെ കോളറിൽ പിടിച്ച് ഉൾക്കലിപ്പില് അങ്ങനെ പരസ്പരം നോക്കി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവര് ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ അവര് തന്നെ കണ്ടോണ്ട് നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ സാസുകയോട് പറയും, തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്താ നമ്മൾ രണ്ടുപേരും മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവരോരോ തവണ ഫൈറ്റ് ചെയ്ത കാര്യവും കാണിക്കും. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നറൂട്ടോ അവന്റെ പവർ കൂട്ടി കൊണ്ടുവന്നു. സാസുകയാണെങ്കിൽ അതിനുശേഷം നറൂട്ടോയുടെ മുൻപിൽ തോൽക്കാനായിട്ട് ആരംഭിച്ചു. സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും അവരുടെ ചെറുപ്പകാലം അത് കാണുകയാണ്. ചെറുപ്പം മുതലേ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. മാത്രമല്ല നറൂട്ടോയ്ക്ക് അവന്റെ അച്ഛനെ അമ്മയും കണ്ട ഓർമ്മ പോലും ഇല്ല. എല്ലാവരും ഒരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവനെ അകറ്റി നിർത്തിക്കൊണ്ടേയിരുന്നു. ആട്ടി ഓടിക്കുകയും ഒരല്പം പോലും മനുഷ്യത്വം പോലും അവനോട് ആരും കാണിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് സാസുക ഇപ്പൊ നറൂട്ടോയോട് ചോദിക്കും, നമ്മൾ തമ്മിൽ എന്തോ ഒരു ബോണ്ടുണ്ട്, നമ്മൾ ശരിക്കും ബ്രദേഴ്സ് ആണോ? അതിന് നറൂട്ടോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിയിട്ട് മുൻപോട്ട് ഓടും. അതിനുശേഷം ഒരു ഊഞ്ഞാലാടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആലോചിക്കും. നറൂട്ടോ ഷോക്കായി ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ പറയും, ഞാൻ ഇതുവരെ ആ ഇൻഫിനിറ്റി സുക്കുനോമി അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, എല്ലാവരും ഇപ്പോഴും അതിൽ പെട്ട് കിടക്കാണ്. അതിന് സാസുക പറയും, അതിനെക്കുറിച്ച് ഓർത്ത് നീ ഇനി തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല, ആ കാര്യം സാക്കുറയും കാക്കാഷി മാസ്റ്റർ നോക്കിക്കോളും. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ സെക്കൻഡ് കൊണ്ട് അവിടുന്ന് ഇൻവിസിബിൾ ആയി തീരും. സാസുകയാണെങ്കിൽ അവിടെ മുഴുവൻ നറൂട്ടോയെ അന്വേഷിക്കും, കണ്ടെത്താനാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചെറുപ്പത്തിലെ ഹിറ്റാച്ചി നറൂട്ടോയും തോളിലേറ്റി നടന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കും. ഉടനെ സാസുക അവൻ ഹിറ്റാച്ചിയോട് ചോദിക്കും, ബ്രദർ, ആ കാണുന്ന വലിയ സ്റ്റോണില് നിങ്ങളുടെ മുഖവും കൊത്തിവെക്കോ? സാസുക അത് ചോദിക്കേണ്ട താമസം അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചിയും ഇൻവിസിബിൾ ആവും. സാസുക പേടിച്ചു വിറച്ച് ചുറ്റും നോക്കും. അവിടെ എവിടെയും ഹിറ്റാച്ചി ഇല്ല. ആക്ച്വലി സാസുക ഇതെല്ലാം അവന്റെ ഇല്യൂഷനിൽ കാണുന്ന കാര്യങ്ങളാണ്. സാസുകയും ഹിറ്റാച്ചിയും തമ്മിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവൻ ഒന്നൊന്നായി കാണാൻ ആരംഭിക്കും. അവസാനം സാസുകയുടെ കൈകൊണ്ട് തന്നെ ഹിറ്റാച്ചി മരണപ്പെട്ടു. സാസുകയാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ടടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നറൂട്ടോയെ. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരുപാട് അടികിട്ടി അങ്ങനെ കിടക്കുകയാണ്. നറൂട്ടോ ചോദിക്കും, ഓ നീ കണ്ണു തുറന്നോ? ഇനിയും എന്നെ ഇടിക്കാനുള്ള സ്ട്രെങ്ത് നിന്റെ ബോഡിയിൽ ബാക്കിയുണ്ടോ? സാസുക പറയും, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്റെ ബോണ്ട് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരേ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയത്, അത് നീ മാത്രമാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്തുകൊണ്ടാണ് അതിന് തയ്യാറാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് നീ എന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്തത്? അതെനിക്ക് അറിഞ്ഞേ തീരൂ. അതിന് നറൂട്ടോ പറയും, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറാണ്, അതുകൊണ്ടാണ് എനിക്കതിന് കഴിയാത്തത്. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാൻ അറിയില്ല. എൻ്റെ ശരീരത്തിന് ഇപ്പൊ താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ വേദനയാണ്. അതിന് സാസുകയാണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ തന്നെ നോക്കിയിരിക്കും. നറൂട്ടോ, നീ ചെറുപ്പം മുതലേ ഒറ്റയ്ക്കല്ലേ? എല്ലാവരും നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ മനസ്സിലാക്കാനും വേണ്ടി നീ ഒരുപാട് കോപ്രായങ്ങള്, കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ ചെറുപ്പം മുതലേ ഒപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ കാണിക്കുന്ന ഓരോ കൊച്ചു കൊച്ചു കുസൃതികളും എല്ലാവരും നിന്നെ ഒരുപാട് പണിഷ് ചെയ്തും ചീത്ത പറഞ്ഞും ആട്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നീ അതെല്ലാം ചെയ്തത് മറ്റുള്ളവരുടെ ശ്രദ്ധ അത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഓർമ്മ വരിക. ഓരോ തവണ നിന്നെ കാണുമ്പോഴും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും ഞാൻ റിലീഫ് ആവാറുണ്ട്. അതിനുശേഷം എൻ്റെ മൈൻഡ് അത് ഡൈവേർട്ട് ആവാതെ എൻ്റെ ട്രെയിനിങ്ങിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. എൻ്റെ ബ്രദർ ഹിറ്റാച്ചി, അവനെ കൊല്ലണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുശേഷം ഞാൻ ടീം 7 നിന്ന് പുറത്തേക്ക് പോയി. പിന്നീട് നീയുമായിട്ടുള്ള ബോണ്ട് അത് തകർത്ത് കളയാൻ പല വഴികളിലൂടെ ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. നിന്റെ വഴിയും പ്രയാസവും സങ്കടവും സന്തോഷവും ഒക്കെ തിരിച്ചറിഞ്ഞവൻ ഞാൻ മാത്രമാണ് നറൂട്ടോ. നീ ഒരു ഭാഗത്ത് ഒരുപാട് അവഗണനകൾ സഹിക്കുമ്പോൾ മറുഭാഗത്ത് ഞാനും ഒത്തിരി വേദനയിലാണ് മുൻപോട്ട് പോയത്. വീണ്ടും കാലങ്ങൾക്ക് ശേഷം നമ്മൾ കോമ്പറൻസായി മാറി ഒരേ ടീമിലെത്തി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ നിന്നോടുള്ള അറ്റാച്ച്മെന്റ് അതെനിക്ക് കാണിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് കേട്ട് നറൂട്ടോ അവൻ പറയും, സാസുക
നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെയും പലതവണ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മുടെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ ചില ഈഗോ വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ നിന്നോട് മിണ്ടാനോ കൂട്ടുകൂടാനോ ഒക്കെ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ നിന്നോട് വാശി കാണിക്കാൻ തുടങ്ങി. ഒരു മത്സര ബുദ്ധിയോടുകൂടെ നിന്നെ തോൽപ്പിക്കണമെന്ന ചിന്തയായി നിന്നെ ഞാൻ എന്റെ റൈവലാക്കി മാറ്റി. പിന്നീട് എന്റെ ലൈഫ് മുഴുവൻ നിന്നെ ചേസ് ചെയ്യാനുള്ള ഓട്ടം മാത്രമായിരുന്നു. സാസുക, എന്റെ ഒരേ ഒരു എതിരാളി അത് നീ മാത്രമായിരുന്നു. നിന്നെപ്പോലെ തന്നെ സ്ട്രോങ് ആയി തീരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അത് കേട്ട് സാസുക അവൻ ചിരിക്കും. നീ എന്നെ എങ്ങനെ കണ്ടിരുന്നോ അതുപോലെ തന്നെയാണ് നറൂട്ടോ ഞാൻ നിന്നെ കണ്ടിരുന്നത്. എന്തുകൊണ്ടൊക്കെയോ നിന്നോട് മിണ്ടാനും കൂട്ടുകൂടാനും എനിക്കും പറ്റിയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നിന്നിലുണ്ടാവുന്ന മാറ്റം, വളർച്ച, അതൊക്കെ എന്നില് ഒരുപാട് അസൂയ ഉണ്ടാക്കി. അങ്ങനെ നിന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെയും മനസ്സിൽ. എനിക്ക് എപ്പോഴൊക്കെ നിന്നെ കാണുമ്പോഴും എൻ്റെ ചേട്ടൻ ഹിറ്റാച്ചിയെ മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരാറ്. അത് കേട്ട് നറൂട്ടോ ഒരു സെക്കൻഡ് ഹിറ്റാച്ചി ആലോചിക്കും. അവസാനമായിട്ട് ഹിറ്റാച്ചി അവൻ നറൂട്ടോയോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. എൻ്റെ ബ്രദർ സാസുകയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവനെ തിരികെ പിടിക്കാൻ അത് നിനക്ക് മാത്രമേ കഴിയൂ. അതിനുശേഷം നറൂട്ടോ അവന്റെ ലൈഫിലുണ്ടായ ഓരോ ഇൻസിഡന്റും ഓർക്കാനായിട്ട് തുടങ്ങും. അവൻ ട്രെയിനിങ് എടുത്തത്, വീണ്ടും സ്ട്രോങ് ആയി മാറിയത്, സാബുസയായിട്ട് ഫൈറ്റ് ചെയ്തത്, ഒരു കാരണവശാലും ഞാൻ പേടിച്ചോടില്ല എന്ന് പറഞ്ഞ് കയ്യിൽ കത്തി അത് കുത്തി ഇറക്കിയത്, ഈ ലോകത്തിലുള്ളവർ മുഴുവൻ നറൂട്ടോയെ ബഹുമാനിക്കണം എന്ന് മാത്രമായിരുന്നു അവന്റെ ആഗ്രഹം. ഹൊക്കാഗെ ആവാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഡയറക്റ്റ് വേ മാത്രമേ ഉള്ളൂ. അതിലൂടെ ഉറപ്പായിട്ടും ഞാനൊരു ഹൊക്കാഗെയായി മാറുമെന്ന് നറൂട്ടോ അടിയുറച്ച് വിശ്വസിച്ചു. അതിനുശേഷം നമ്മുടെ ചെക്കൻ ചുനിൻ എക്സാമില് അടിപൊളിയായി പാസ്സായത്, നെജിയെ അടിച്ചു തകർത്തത്, ഗാറയെ ഇടിച്ചു തെറിപ്പിച്ചത്, പിന്നീട് ജിറയ സെൻസായുടെ കൂടെ റെസൻഗൺ ട്രെയിനിങ് എടുത്തത്, അങ്ങനെ ഓരോ കാര്യങ്ങളും അവൻ എടുത്തെടുത്ത് ആലോചിക്കും. പഴയ എല്ലാ ഹൊക്കാഗമാരെ കഴിഞ്ഞും മുകളിലായി ഒരു നമ്പർ 1 ഹൊക്കാഗെ ആവാനാണ് നറൂട്ടോ ആഗ്രഹിച്ചത്. സാസുകെ ആണെങ്കിൽ നറൂട്ടോ അനുഭവിച്ച യാതനകള് അത് കേട്ട് ഷോക്കാവും. മാത്രമല്ല, ഹിറ്റാച്ചി നറൂട്ടോയെ കണ്ടതും അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞതും ഒന്നും സാസുകയെ കൊണ്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഹിറ്റാച്ചിയെ കൊണ്ടാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹിറ്റാച്ചിയുടെ സ്ഥാനത്ത് ഇപ്പൊ സാസുക, അവൻ നറൂട്ടോയെ ആയിരിക്കും കാണുക. ഹിറ്റാച്ചി ചെറുപ്പത്തില് സാസുകയുടെ തലയിൽ തട്ടും പോലെ നറൂട്ടോയും ഇപ്പൊ അവന്റെ തലയിൽ തട്ടും. ദിവസങ്ങൾ കഴിയുന്തോറും നറൂട്ടോയ്ക്ക് സപ്പോർട്ടായി ഓരോരുത്തർ കൂടി വന്നു. അവസാനം ലീഫ് വില്ലേജിലുള്ള എല്ലാവരും നറൂട്ടോയുടെ കൂടെ കൂടി. പക്ഷെ സാസുക അവൻ ഇപ്പോഴും ഒറ്റപ്പെട്ട് അതെല്ലാം കണ്ടു നിൽക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റില് നറൂട്ടോ കണ്ണു തുറക്കും. അവൻ സാസുകയോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മരണപ്പെട്ടോ? അതിന് സാസുക പറയും, ഇല്ല, നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ പല ഇല്യൂഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ നടന്നതും 100% സത്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. നറൂട്ടോ ഉറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ തല്ലി ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. അത് കേട്ട് സാസുക പൊട്ടിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ഇപ്പോൾ നിന്റെ മുൻപിൽ തോറ്റിരിക്കുകയാണ് നറൂട്ടോ. അതിന് നറൂട്ടോ ദേഷ്യപ്പെട്ടു പറയും, നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മത്സരിക്കായിരുന്നില്ല. ഞാൻ നിന്നെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് നീയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ഇത് വെറും ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് മാത്രമാണ്. സാസുവയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവനവന്റെ കണ്ണ് അത് നറൂട്ടോയ്ക്ക് ചൂണ്ടിക്കാണിക്കും. ഇൻ കേസ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ കണ്ണ് നീ കാക്കാഷി മാസ്റ്ററിന് കൊടുക്കണം. മാത്രമല്ല, ജനങ്ങളെ എല്ലാവരെയും ഇൻഫിനിറ്റി സുക്കുനോമിയിൽ നിന്ന് നീ തിരികെ പിടിക്കണം. ഇനി ഒരു കാരണവശാലും ലീഫ് വില്ലേജിലുള്ളവര് എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് നറൂട്ടോ അവൻ ഫുൾ കലിപ്പില്, നിർത്തണടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എനിക്ക് വേണ്ടി മാത്രമല്ല, നിന്നെ കാത്തിരിക്കുന്ന ലീഫ് വില്ലേജിന് വേണ്ടി കൂടെയാണ് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ രണ്ടാൾക്കാരെയും കാണിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.